ഹായ് ഹലോ നികിത റബിലാണ്. അപ്പം എല്ലാവർക്കും വെരി ഗുഡ് ഈവനിങ്. ഞങ്ങൾ 3 പേരും കൂടെ ഇന്ന് ഒരു അമ്പലത്തിലേക്കാണ് പോകുന്നത്. ഇവിടെ ഒരു മുരുകൻ ടെമ്പിൾ ഉണ്ട്. കുറച്ച് വലിയ അമ്പലമാണെന്നാണ് കേട്ടിട്ടുള്ളത്. ഏട്ടൻ പുറത്തു കൂടി കണ്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പം നമ്മൾ 2 വീലറിലാണ് ഇന്ന് നമ്മൾ 3 പേരും പോകുന്നത്. 2 വീലറിൽ പോകുമ്പോൾ എന്തായാലും ഹെൽമെറ്റ് നിർബന്ധമാണ് കേട്ടോ. അപ്പം ഈവനിങ് ആയപ്പോഴേക്കും നല്ല മഴക്കാറൊക്കെ ഉണ്ട്. ധൈര്യമായിട്ട് പോവാന്ന് വിചാരിച്ചു 2 വീലറിൽ. കാരണം ഇവിടെ മഴക്കാറ് കണ്ടെന്ന് വെച്ചാലും വലിയ മഴയൊന്നും വരാറില്ല. അപ്പോൾ അങ്ങനെ പോയി. നമ്മളുടെ ഈ ഗേറ്റിൻ്റെ അടുത്ത് തന്നെ ഗണപതിൻ്റെ ടെമ്പിൾ ഉണ്ട് കേട്ടോ. ടെമ്പിളല്ല, ഒരു മണ്ഡപമുണ്ട്. അപ്പം ഞങ്ങൾ ഈ പോകുന്ന വഴി നല്ല രസമുണ്ടല്ലേ. ഇത് സിപ്കോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ ഏരിയ ആണ്. ഇതുവഴി നമ്മളുടെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഒന്നും നടക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് ആ റോഡൊക്കെ എപ്പോഴും നല്ല കാലിയായിരിക്കും, നമുക്ക് നല്ല സുഖമായിട്ട് പോവാം. അപ്പോൾ ഇതിൻ്റെ അപ്പുറം ഇപ്പുറമൊക്കെ ഒരുപാട് കമ്പനീസാണ് കാണുന്നത്. അതുപോലെ കുറേ ഒഴിഞ്ഞ സ്ഥലങ്ങളുണ്ട്. പിന്നെ കരിമ്പനകൾ കാണാം. ഒഴിഞ്ഞ സ്ഥലങ്ങളിലൊക്കെ കരിമ്പനകൾ കാണാം. കൃഷിയാണോ, കൃഷിയായിട്ട് വെച്ചതാണോ, അല്ലെങ്കിൽ അവിടെ പറമ്പിലുള്ളതാണോ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. കണ്ടിട്ടൊരു കൃഷി പോലെയൊക്കെ തോന്നുക. എന്താ വെച്ചാൽ ആ ഒരു നട്ട് അതിൻ്റെ ഒരു ലൈനപ്പൊക്കെ ആയിട്ട് നല്ല രീതിയിൽ കാണുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല. ഇവിടേക്ക് ഈ ഏരിയയ്ക്ക് പറയുന്നത് തന്നെ സിപ്കോട്ട് ഇൻഡസ്ട്രിയൽ പാർക്ക് എന്നാണ്. അതായത് ഈ ഇത് കംപ്ലീറ്റ് കമ്പനീസ് ആണല്ലോ. ഇതൊക്കെ പ്രൈവറ്റ് കമ്പനീസ് ആണ്. ഇനി ഗവൺമെൻറ് ആയിട്ട് എന്തെങ്കിലും ബന്ധം ഉള്ളതാണോ അങ്ങനെയൊന്നും എനിക്കറിയില്ല. കുറേ ഇലക്ട്രോണിക് കമ്പനീസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കമ്പനീസുകൾ, യമഹേൻ്റെ കമ്പനി ഉണ്ട്. പിന്നെ അറിയാത്ത കുറേ കമ്പനീസാണ്. അങ്ങനെ ലാസ്റ്റ് ഫൈനലി നമ്മൾ റോയൽ എൻഫീൽഡിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. കാരണം ഞാനിത് എടുത്ത് പറയാൻ കാരണം റോയൽ എൻഫീൽഡിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു മാനുഫാക്ചറിങ് കമ്പനി കാണുമ്പോൾ എപ്പോഴും ഒരു എന്താ പറയുക, വല്ലാത്തൊരു ഫീലാണ്. അപ്പം ഇതൊരു ഗേറ്റാണ്. അതിൻ്റെ ഇവിടെയാണ് മെയിൻ ഗേറ്റ് വരുന്നത്. റോയൽ എൻഫീൽഡിൻ്റെ മെയിൻ ഗേറ്റ് ഇവിടെയാണ്. അപ്പോൾ അതും കൂടി കണ്ട് ഞങ്ങൾ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോവാണ്. ഏകദേശം നമ്മൾ ടെമ്പിളിൻ്റെ അടുത്തെത്താനായിട്ടുണ്ട്. അപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടി ഒന്ന് സ്ലോ ആക്കിയതാണ് കേട്ടോ. ഫൈനലി നമ്മൾ ടെമ്പിളിൻ്റെ മെയിൻ കവാടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ തന്നെ നല്ല ചിത്രപ്പണികളൊക്കെയാണ്. റൂഫിൻ്റെ മേലെ വരെ ചിത്രപ്പണികളാണ്. അതുപോലെ പോകുന്ന വഴി ക്ഷേത്രത്തിലേക്ക് പോകുന്നവരും ഉണ്ട്, തിരിച്ച് അവിടെ നിന്ന് വരുന്നവരുണ്ട്. രണ്ട് സൈഡുകളിലായിട്ട് പൂക്കടകളുണ്ട്. അതുപോലെ കുപ്പിവള, മൺപാത്രങ്ങൾ. ഇവിടേക്ക് എന്താന്ന് വെച്ചാൽ കുപ്പിവളയൊക്കെ വളരെ പ്രാധാന്യമാണല്ലോ. അതിൽ ഇതാണ് നമ്മളുടെ മെയിൻ എൻട്രൻസ് വരുന്നത് അമ്പലത്തിലേക്ക്. മുരുകൻ്റെ അമ്പലമാണ്. വല്ലംകോട്ടെ മുരുകൻ ടെമ്പിൾ, മുരുകൻ കോവിൽ, അങ്ങനെയാണ്. ഈ വല്ലംകോട്ടയാണ് കേട്ടോ ഇവിടെ. അങ്ങനെ ഞങ്ങൾ ഏട്ടൻ വണ്ടി ഒന്ന് പാർക്ക് ചെയ്ത് ഞങ്ങളിങ്ങനെ നടക്കണം. അപ്പം ആ എൻട്രൻസിൻ്റെ അവിടെയും തന്നെ നിറയെ കുപ്പിവളകളാണ് ഈ കാണുന്നത്. അതുപോലെ 2 ഭാഗത്തും പൂ വിൽക്കുന്ന സ്ത്രീകളെയും കാണാം. ഇതൊക്കെ നമുക്ക് ക്ഷേത്രത്തിലേക്ക് നമുക്ക് പൂജാ സാധനങ്ങളായിട്ടൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞങ്ങൾ ഉള്ളിലെത്തി. ഉള്ളിൽ കയറിയിട്ട് ഇവിടെ ക്യൂ ഉണ്ട്. ഈവനിങ്ങിൽ നല്ല അത്യാവശ്യം റഷ് ഉണ്ട്. അപ്പം ഞങ്ങൾ ക്യൂവിൽ നിൽക്കുകയാണ്. അവിടെ എന്തോ പൂജ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ദീപാരാധനയോ അങ്ങനെ എന്തോ ആണ്. അപ്പം അവിടേക്ക് അലൗഡ് അല്ല. ആ സമയങ്ങളിൽ ഞങ്ങൾ ഇങ്ങനെ ക്യൂവിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് കോവിലിൻ്റെ പുറമേ ഉള്ള കാഴ്ചകൾ കേട്ടോ. ഇവിടെയൊക്കെ കുറേ ചിത്രപ്പണികളുണ്ട്. മേലെയൊക്കെ ചിത്രപ്പണികൾ കാണാം. അപ്പം അതിൻ്റെ താഴെയൊക്കെ തമിഴിൽ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ തമിഴ് വായിക്കാൻ അറിയാത്തതുകൊണ്ട് എന്താണ് ആ ഒരു സ്റ്റോറി എന്നുള്ളത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ കുറേയൊക്കെ ചിത്രങ്ങളിലൂടെ മനസ്സിലാക്കാം. പക്ഷെ എനിക്കൊരു ഐഡിയയും കിട്ടിയിട്ടില്ല. കുറേ പിക്ചേഴ്സൊക്കെ കണ്ട് ഓൾമോസ്റ്റ് നട തുറന്ന് ഞങ്ങളിനി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. മുരുകനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ നല്ലൊരു അരളിമാല കിട്ടിയിട്ടോ. അതിന് ശേഷം ദേവീനെ തൊഴുത് പ്രാർത്ഥിച്ചപ്പം മുല്ലപ്പൂമാലയും കിട്ടി. വളരെ ഹാപ്പിയായി. പിന്നെ അവിടെ പ്രസാദം കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം അത് ടോക്കൺ എടുക്കണം. അതിന് ഓരോ പ്രസാദത്തിനും 30 റുപ്പീസാണ്. അപ്പം ഞങ്ങൾ കേസരിയും പൊങ്കലും സ്വീറ്റ് പൊങ്കലും വാങ്ങിച്ചു. പിന്നെ റൈസൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ അത് വാങ്ങിച്ച് ഞങ്ങൾ വാവക്ക് വിശക്കുന്നു പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ തന്നെ നിലത്തിരുന്ന് ഭക്ഷണം ഇത് കഴിച്ചു, പ്രസാദമൊക്കെ കഴിച്ചു. കാരണം അവിടെ എല്ലാവരും ഈ പ്രസാദം വാങ്ങിക്കുന്നുണ്ട്. അവിടെ തന്നെ ഇരുന്ന് നിലത്താണ് ഇരിക്കുക. കല്ലിൻ്റെ പാറക്കല്ല് കൊണ്ടുള്ള നല്ല ഫ്ലോറാണ്. നല്ല ചൂടാണ് കേട്ടോ, കൈ പൊള്ളി പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ 3 പേരും കൂടി അവിടെ ഇരുന്ന് പ്രസാദമൊക്കെ കഴിച്ചു. അമ്പലത്തിലെ പ്രസാദം കിട്ടുക, കഴിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് നല്ല സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. കോവിലിൻ്റെ പുറത്ത് നമ്മളുടെ മൊബൈൽ ഫോണും ക്യാമറ എല്ലാം അലൗഡാണ് കേട്ടോ. എല്ലാവരും അവിടുന്ന് ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, അതൊക്കെ അലൗഡായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഒരു 50 റുപ്പീസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു വഴിയുണ്ട് ദർശനത്തിനായിട്ട്. പെർ ഹെഡ് 50 റുപ്പീസ് കൊടുത്താൽ നമുക്ക് കുറച്ചും കൂടി ലേറ്റ് ആവാതെ എളുപ്പത്തിൽ പോയി ദർശനമൊക്കെ എടുത്തിട്ട് വരാം. ഇവിടെ ഒരുപാട് കല്യാണങ്ങളൊക്കെ നടക്കുന്ന ക്ഷേത്രമാണ് കേട്ടോ. നമ്മൾ ഗുരുവായൂരൊക്കെ പോലെ തന്നെ ഇവിടെയും കല്യാണമൊക്കെ ധാരാളം നടക്കുന്ന ഒരു അമ്പലമാണ്. പിന്നെ ഈ അമ്പലത്തിൻ്റെ പുറമെ തന്നെ ഒരുപാട് കല്യാണ മണ്ഡപങ്ങളും ഉണ്ട്. മാരേജ് ഹാള് അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലും മുരുകൻ്റെ ഫോട്ടോസ്, പിന്നെ ബ്രേസ്ലെറ്റ്സ്, ചെറിയ ചെറിയ നമ്മുടെ കയ്യിൽ കെട്ടുന്ന ചരട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലും അവൈലബിൾ ആണ് കേട്ടോ. ക്ഷേത്രത്തിൻ്റെ മെയിൻ ഗോപുരത്തിൻ്റെ ലൈറ്റിങ് കാണാൻ നല്ല ഭംഗിയുണ്ട്. അതുപോലെ അവിടെയുള്ള ചിത്രപ്പണികളൊക്കെ അതിഗംഭീരമായിട്ട് കാണുന്നുണ്ട്. ഞങ്ങൾ തൊഴുത് ഇറങ്ങുമ്പോഴേക്കും ഓൾമോസ്റ്റ് 8 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മൾ മുരുകൻ കോവിലിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിൻ്റെ തൊട്ട് പുറത്തുള്ള ഒരു മാതൃകയാണ്. ഒരു ഗ്ലാസിൻ്റെ കൂടിനുള്ളിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മേലെ പോത്തീസിനെ കാണിക്കുന്നുണ്ട്. പോത്തീസ് അവർ സമർപ്പിച്ചതായിരിക്കാം ഈ ക്ഷേത്രത്തിന് വേണ്ടിയിട്ട്. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ഫ്രണ്ട് നിക്ത റബേൽ.